ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അബീസ് ബസ്സിലെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തേനിൻ്റെ സോപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ തേൻ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സച്ചിദാനന്ദൻ, ബ്രാൻഡ് നെയിം സച്ച് ബി, അതായത് ബി എന്ന് വെച്ചാൽ തേനീച്ച എന്നർത്ഥം കൂടിയുണ്ട്, പിന്നെ എൻ്റെ അബീസിൻ്റെ ബിയും കൂടിയുണ്ട്. അങ്ങനെ രണ്ട് ബിയും കൂടിയിട്ടുള്ള സച്ച് ബി എന്നാണ് ബ്രാൻഡ് നെയിം. അപ്പോൾ നാച്ചുറൽ തേന് വേണ്ട ആൾക്കാർക്കും ഞങ്ങളെ സമീപിക്കാം. അതായത് പെട്ടി, നമ്മുടെ വീട്ടിൽ വെച്ച് പെട്ടിയിൽ തേൻ വളർത്തണതും തേനീച്ചനെ വളർത്തുന്ന തേനും ചെറുതേനും ചെറിയ ഈച്ചകളുടെ തേനും ഉണ്ട് കേട്ടോ. കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ തേൻ വെച്ചിട്ട് തന്നെയാണ് ഞാനിന്ന് ഇവിടെ സോപ്പ് ഉണ്ടാക്കാൻ പോണത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റവ് ഓണാക്കിയിട്ടാണ് സ്റ്റവ് ആദ്യം ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ, എന്നിട്ട് നമ്മളതിൽ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളതിൽ സ്റ്റിയറിക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിയറിക് ആസിഡ്, ഇതും വെളിച്ചെണ്ണയുടെ ഒരു ഉൽപ്പന്നം തന്നെയാണ് സ്റ്റിയറിക് ആസിഡ് കേട്ടോ. അപ്പോൾ ഇനി ആഡ് ചെയ്യാൻ പോണത് ഗ്ലിസറിൻ, പിന്നെ TEA, അത് TEA ആണ് ആഡ് ചെയ്യണത്. ഇത് നമുക്ക് pH ലെവൽ കയറി വരാനാണ് TEA ആഡ് ചെയ്യണത് കേട്ടോ. പിന്നെ ആഡ് ചെയ്യണത് ഇത് ഗ്ലിസറിനാണ് ആഡ് ചെയ്യണത് കേട്ടോ. മുന്നെയാണ് ഞാൻ PG ആഡ് ചെയ്തേക്കണത്. ഇത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴേ വീഡിയോ ഞാൻ എടുത്തു, എന്നിട്ടാണ് വോയിസ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ ഗ്ലിസറിനും, പിന്നെ TEA, പിന്നെ PG, പിന്നെ സ്റ്റിയറിക് ആസിഡ്, പിന്നെ വെളിച്ചെണ്ണ. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ട്രാൻസ്പെറൻ്റ് ആവാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ ചേർത്താം. ഞാൻ ആൽക്കഹോളല്ല, ഞാൻ എപ്പോഴും പഞ്ചസാരയാണ് ഉപയോഗിക്കുക. നല്ല ക്രിസ്റ്റൽ ക്ലിയറായി കിട്ടാൻ, അതായത് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യണകാട്ടിയും പഞ്ചസാര ലായനി ഒഴിക്കണകാട്ടി നന്നായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായി കിട്ടും നമുക്ക് ആൽക്കഹോൾ ആഡ് ചെയ്താൽ കേട്ടോ. അപ്പം നമുക്ക് കണ്ടില്ലേ, അതിങ്ങനെ മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട് വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ക്യാപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനൊക്കെ ക്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്. ക്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു, ടൈറ്റൻ ചെയ്തിട്ടില്ല, ക്യാപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ആ സമയം കൊണ്ട് നമ്മുടെ സോപ്പ് ബേസ് കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയിരിക്കണം സോപ്പ് ബേസ് ഉണ്ടാക്കുമ്പോൾ, നല്ല ക്ലിയർ ആയിട്ടിരിക്കണം. ഇനി ഞാൻ പഞ്ചസാര ലായനി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് അരിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും. കാരണം ഇതിൽ കരടൊന്നുമില്ല, പക്ഷേ എപ്പോഴും കറുത്ത കുത്തുകൾ സോപ്പിലുണ്ടാവും അരിച്ചൊഴിച്ചില്ലെങ്കിൽ, കാരണം അതിൽ നിറയെ കരടുണ്ടാവും. അപ്പോൾ നമ്മൾ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുത്താൽ വീണ്ടും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്ലിയറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഈ ഓയില് ഭയങ്കരമായിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് എപ്പോഴും നല്ലത്. അവർ പരമാവധി ഗ്ലിസറിൻ സോപ്പൊക്കെ അവോയ്ഡ് ചെയ്യാണ് നല്ലത്. ഇതിൽ ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലിസറിൻ ആഡ് ചെയ്യാതെയും ഇതേപോലെ നമുക്ക് ഗ്ലിസറിൻ സ്കിപ്പ് ചെയ്തിട്ടും ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ തേനിൻ്റെ സോപ്പ്, അതുപോലെ ചാർക്കോൾ സോപ്പൊക്കെ. അപ്പോൾ വീണ്ടും നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് നമ്മൾ ലൈ സൊല്യൂഷനാണ്. ഞാനത് ഒന്നിച്ചൊഴിക്കാൻ പോകണം കേട്ടോ. ഒന്നിച്ചൊഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ലൈ ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ, അപ്പോൾ ഹീറ്റ് കൂട്ടിയിട്ട് കൊടുക്കണം. ലൈ ഒഴിച്ചാൽ ഉടനടി ഹീറ്റ് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, കൊഴുത്തിട്ടിരിക്കും, ഇങ്ങനെ കട്ട കുത്തിയിട്ടിരിക്കും.
അപ്പോൾ ഹീറ്റ് കൂട്ടിയിട്ട് കൊടുത്താൽ അത് കറക്റ്റായിട്ട് നമുക്ക് ട്രാൻസ്പെറൻ്റായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്കൊക്കെ ആദ്യം ഉണ്ടാക്കണ തുടക്കക്കാർക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വീഡിയോ പിടിക്കണ കാരണം കൊണ്ടും പിന്നെ ഞാൻ കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള കാരണം കൊണ്ടും കൂടിയാണ് ഞാൻ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ എന്താ ഉണ്ടാവുകയെന്ന് എനിക്ക് ഒരു വ്യക്തമായ ധാരണ ഉള്ള കാരണം കൊണ്ടാണ് ഞാനത് ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തേക്കണത്. ഒന്നുമില്ല, കുറച്ച് ഹീറ്റ് കൂട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ടാവണത് നമുക്ക് ചിലപ്പോൾ 35 മിനിറ്റ് എടുക്കുന്നു മാത്രമേ ഉള്ളൂ. 1 സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ നമുക്ക് പെട്ടെന്നായി കിട്ടും. ഇനി ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ 1 ടീസ്പൂൺ തേൻ. ഞങ്ങളുടെ തേൻ തന്നെയാണ്, ഇത്തിരി പഴകിയ 1 വർഷത്തെ പഴകിയ തേനാണ്. അപ്പോൾ നല്ല കളറുണ്ടാവും. എപ്പോഴും പഴകിയ തേൻ എടുക്കുമ്പോൾ പിന്നെ സോപ്പിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ ഇത് സോപ്പല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, സോപ്പ് ബേസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതിൽ കാരണം കൊണ്ട് ഫ്രാഗ്രൻസ് ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു സിലിക്കൺ മോൾഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് എപ്പോഴാണോ നമുക്ക് ആവശ്യം അപ്പോൾ സോപ്പ് മുറിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് കൂടാണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് നല്ല ഒറിജിനൽ തേൻ വെച്ചിട്ടുള്ള സോപ്പ് ബേസ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് 5 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നല്ല കമൻ്റുള്ള 10 പേർക്ക് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. എൻ്റെ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. കൊറിയർ ചാർജ് നിങ്ങൾ അയച്ചു തരേണ്ടി വരും കേട്ടോ. അത് കേരളത്തിന് വെളിയിലായിക്കോട്ടെ കേരളത്തിനകത്തായിക്കോട്ടെ എവിടേക്കാണെങ്കിലും കൊറിയർ ചാർജ് നിങ്ങൾ അയച്ചു തരേണ്ടി വരും. ഗിഫ്റ്റ് ഫ്രീ ആണ്. അപ്പോൾ നല്ല ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയറായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഞാൻ അത് ഒരു എന്താ പറയുക, നമ്മുടെ സിലിക്കൺ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകും. അപ്പോൾ ഞാനിപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ടാണ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് പതയ്ക്ക് വേണ്ടിയിട്ട് CAPB ആഡ് ചെയ്യണം. ഞാൻ ഓഫാക്കിയിട്ടാണ് CAPB ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ വേണമെന്നില്ല, സോപ്പ് ഉണ്ടാക്കുന്ന സമയത്തായാലും ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് സോപ്പ് ബേസിൽ ഓൾറെഡി ആയി. ഇനി ഇത് ബേസാണ് ഉണ്ടാക്കി വെക്കണത്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സോപ്പ് ബേസ് ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോപ്പ് ബേസ് ആണ് നമ്മൾ ഉണ്ടാക്കണത്. വീണ്ടും പറയണു, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഷെയർ ചെയ്യൂ. നമുക്ക് ആദ്യത്തെ ഒരു ബാച്ച് 25 പേരായ ഒരു ബാച്ച് വന്നാൽ നമുക്ക് ഫ്രീ ക്ലാസ് ട്രെയിനിങ് സോപ്പിൻ്റെ A to Z കാര്യങ്ങൾ, ട്രാൻസ്പെറൻറ്റ് സോപ്പിൻ്റെ A to Z കാര്യങ്ങൾ സോപ്പ് ബേസ് ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. 10 പേർക്ക് ഷെയർ ചെയ്യുക, 5 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം. ആരാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതായത് ആരെക്കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നുള്ളത് മെൻഷൻ ചെയ്യുക. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം. ഇനി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി വെയിറ്റുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് സോപ്പിൻ്റെ മോൾഡാണോ ഉള്ളെങ്കിൽ അതിലൊഴിച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് കഷ്ണാക്കിയിട്ട് ഫ്രാഗ്രൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോപ്പാക്കാം. ഇത് ഞാൻ ഒരു ബേസ് ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്തേക്കുന്നത് തേനീച്ചറ വെട്ടിയാട്ടോ. അപ്പോൾ തേനിൻ്റെ 100% നാച്ചുറൽ ഹണി സോപ്പ് ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും അതൊന്ന് നമ്മൾ വെക്കണം. അപ്പോൾ മാത്രമേ അത് ആവുള്ളൂ. മിനിമം ഒരു 3 മണിക്കൂർ. കാരണം ഇത് നമ്മൾ സോപ്പിൻ്റെ ബേസിലാണോ മോൾഡിലാണോ ഒഴിച്ചേക്കണമെങ്കിൽ 15 തൊട്ട് 20 മിനിറ്റ് കൊണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചേക്കണത് 1.5 കിലോൻ്റെ ആണ് നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ 1.5 കിലോൻ്റെ ആ മോൾഡിൽ ഒഴിക്കുമ്പോൾ ഒരു 2-3 മണിക്കൂർ എന്തായാലും പിടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പ്യുവർ ഹണി സോപ്പ് ബേസ് കേട്ടോ. ഒരു കഷ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കാണിക്കണത്. നിങ്ങൾക്ക് ആവശ്യക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. 100% നാച്ചുറൽ സോപ്പ് ബേസാണ്.
എൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തോളാം. നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ, കോൺടാക്റ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.